പുനർവിവാഹത്തിന്റെ തുടർഭാഗങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലൂടെയും പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുനർവിവാഹത്തിലുണ്ടായ കുട്ടികൾ സേഫ് ആണോ? ശരിക്കും ഒരിക്കലും പുനർവിവാഹത്തിലുണ്ടായിരിക്കുന്ന കുട്ടികൾ ഇന്ന് സേഫ് അല്ല. കാരണം അച്ഛനമ്മ ആദ്യത്തെ കല്യാണത്തിലുണ്ടാകും, വീണ്ടും നമുക്ക് വിവാഹത്തിലൂടെ കുട്ടികളുണ്ടായിരിക്കുന്നു. ഈ കുട്ടികൾ വളർന്നു വരുന്നതായ സമയത്ത് ഈ കുട്ടികളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു കോംപ്ലക്സ്, അതായത് ഇവരുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അനാഥാലയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇവർ വളരട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അച്ഛനമ്മമാരുടെ ഇപ്പോൾ രണ്ടാനച്ഛൻ്റെ കൂടെയോ രണ്ടാനമ്മമാരുടെ കൂടെയോ ആരുടെ കൂടെ വേണമെങ്കിലും ഇവർ വളരട്ടെ. ചിലർ അമ്മ വീട്ടിലായിരിക്കും വളരുന്നത്. എവിടെ ഇവർ വളർന്നിട്ടുണ്ടെങ്കിലും ഈ മക്കളുടെ, കാരണം ഇവർക്ക് ഓരോ വയസ്സ് കൂടുന്തോറും സൈക്കോളജിക്കലായിരിക്കുന്ന, അതായത് മാനസികമായിരിക്കുന്ന ഒരു വളർച്ച ഇവരിലുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ അവരൊരു ഫംഗ്ഷന് പോകുന്നു. അപ്പോൾ അത് ഇവരുടെ മനസ്സിൽ എന്തായാലും ഒരു കുറ്റബോധമായിട്ട് എപ്പോഴും കിടക്കും. കാരണം നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കുന്ന മക്കളത് നമ്മളോട്, ഇപ്പോൾ പലയിടത്തും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അച്ഛനമ്മമാരുടെ മക്കൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, കാരണം നമ്മൾക്ക് അവർ പറയുന്നതിന് തിരിച്ച് നമുക്കൊരു മറുപടി പറഞ്ഞു കൊടുക്കാനില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അച്ഛൻ മരിച്ചു പോവുകയോ അല്ല അമ്മ മരിച്ചു പോവുകയോ അല്ല, അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് പലരുടെയും ആശ്രയത്തിലാണ് ഈ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ബാലപീഡനമാകാം, അല്ലെങ്കിൽ സ്ത്രീപീഡനം, ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പീഡനങ്ങൾ നമ്മൾ എടുത്താൽ, ഇന്നത്തെ ഇപ്പോൾ ആൺകുഞ്ഞുങ്ങളെ ആണെങ്കിലും പെൺകുഞ്ഞുങ്ങളെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണാറില്ലേ, എന്തെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന ക്രൂരതകളാണ് ഇന്ന് വളർന്നു വരുന്നതായ സമൂഹത്തിലുള്ള കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളുടെ എല്ലാം നമ്മൾ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 99% കുട്ടികളും അച്ഛൻ അല്ലെങ്കിൽ അമ്മ വേറൊരു വഴിയിലേക്ക് പോയിട്ട് വിവാഹിതരായിരിക്കുന്ന മക്കളാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയൊക്കെ അനുഭവത്തിൽ കിട്ടാനുള്ള യോഗമുള്ളൂ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മൾക്ക് വിവാഹത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 18 വയസ്സ് വരെ, ഇപ്പോൾ വിദേശത്തൊക്കെ 18 വയസ്സ് വരെയാണ് തീർച്ചയായിട്ടും നമ്മൾ ആ കുട്ടികളെ നോക്കണം. 18 വയസ്സ് വരെയെങ്കിലും നമ്മൾ ആ കുട്ടികൾക്കൊരു സുരക്ഷിതത്വം അതായത് +2 വരെയെങ്കിലും നമ്മൾ അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും നമുക്കിപ്പോൾ സ്വന്തം അച്ഛനമ്മ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ സേഫ് അല്ല. എന്നിരിക്കെ ഈ അച്ഛനമ്മ ഡിവോഴ്സായി വീണ്ടും വിവാഹം കഴിച്ച് അവർ ജീവിക്കുന്നതായിരിക്കുന്ന ആ ദമ്പതിമാരുടെ കുട്ടികളെ എടുക്കുമ്പോൾ അവർ ഒരിക്കലും സേഫ് അല്ല. ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുക? കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് എന്താണ്? അവർ ജീവിതകാലം മുഴുവനും അച്ഛനമ്മ ഒന്നുകിൽ വഴക്കടിക്കും, അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പരസ്പരമുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ. ഈ ഉപദ്രവങ്ങളെ കൊണ്ട് അവർ കോടതിയിൽ വെച്ച് വേർപെട്ടിട്ടുണ്ടാകും. പഴയ കാലത്തൊക്കെ പിന്നെ കോടതിയിലൊന്നും അത്ര പോലെ സെപ്പറേറ്റായി പോയിട്ടുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർ നല്ലതെന്തെങ്കിലും കണ്ടെങ്കിലല്ലേ അവർക്ക് സമൂഹത്തിന് നന്മയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു പരിധി കൂടുതലും നമ്മൾ ഇന്ന് സമൂഹത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു ജനതയായിട്ട് തന്നെ മാറുന്നത് ഇപ്രകാരത്തിലുള്ളതായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് എങ്ങനെയെന്ന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് ആദ്യം ആ കുട്ടിയുടെ ഫാമിലിയാണ് എടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ അച്ഛനമ്മ അല്ലെങ്കിൽ മറ്റ് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്. ഇത് കഴിഞ്ഞാൽ ഈ കുട്ടി സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന അധ്യാപകര്, അതോടൊപ്പം തന്നെ ഈ കുട്ടികളോടൊപ്പം ഉള്ളതായിരിക്കുന്ന അവരുടെ സുഹൃത്തുക്കൾ, ആ കുട്ടി അവിടെ ജീവിക്കുന്നതായിരിക്കുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഇവനെ സ്വാധീനിക്കും.
ഈ സ്വാധീനത്തിലൂടെ നല്ലതായിരിക്കുന്ന കാര്യങ്ങളിലൂടെ വളരുന്നതായിരിക്കുന്ന കുട്ടികൾ അവർ തീർച്ചയായിട്ടും അവർക്ക് പഠനത്തിനും മറ്റ് പല കാര്യങ്ങളിലും അവർക്ക് ലക്ഷ്യബോധമുണ്ടാകും. അവർ ആ ലക്ഷ്യത്തിനനുസരിച്ച് തന്നെ ഇപ്പോൾ നല്ല ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയില്ലേ പിന്നീട് നമുക്ക് സമൂഹം പോലും ആ കുട്ടിയെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലെന്ന്, അത്രയ്ക്ക് ബലമാണ് അമ്മയുടെ ആ ഒരു പെരുമാറ്റങ്ങൾക്കും അമ്മയുടെ ഉപദേശങ്ങൾക്കും എല്ലാത്തിനും. അപ്പോൾ ഇന്നൊരു പരിധി വരെയും നമുക്ക് സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണ്ടേ സമൂഹത്തോട്. കാരണം ഈ സമൂഹം ആരാണ് എന്ന് നമ്മൾ പഠിക്കുന്ന കൊച്ചു ജനിച്ചു വീഴുമ്പോൾ തന്നെ ഇവന് ഇതൊന്നും കിട്ടുന്നില്ല. അവനെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന അധ്യാപകരിൽ നിന്നും അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും നല്ല കൂട്ടുകെട്ടുകൾ, കൂടാതെ തന്നെ അവൻ്റെ കുടുംബത്തിൽ നിന്നും വലുതായി വരുമ്പോൾ അവൻ ജോലി ചെയ്യുന്നത്, അങ്ങനെ പല മേഖലകളിൽ നിന്നുമാണ് നമുക്ക് സമൂഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധമുണ്ടാകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ, എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്, ഞാൻ വളർന്ന് വരുമ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ നല്ല വിദ്യാഭ്യാസവും എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന നല്ല ശിക്ഷണവും കൊടുത്ത് തന്നെയാണ് വളർത്തിയത്. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്കോടും, ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് കുട്ടികൾക്കും ഞാൻ ഇതുപോലെ തന്നെയാണ്, പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ ഉപദേശം കൊടുക്കുന്നത്. എൻ്റെ മക്കളോട് ഞാൻ എന്തെന്ന് പറയും, എന്നെയല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടുന്നത്, നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ സമൂഹം നിങ്ങളെ വളർത്തി വലുതാക്കുന്നതായിരിക്കുന്ന നിങ്ങളുടെ നാടിനോടും നിങ്ങളുടെ സമൂഹത്തോടും നിങ്ങൾക്ക് എന്നും ഒരു കടപ്പാടുണ്ട്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ സമൂഹത്തോട് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ജീവിക്കുന്ന നാടിനോടും എൻ്റെ രാജ്യത്തോടും അതുപോലെ തന്നെ അവിടെയുള്ളതായിരിക്കുന്ന ജനങ്ങളോടും എപ്പോഴും നമുക്ക് ഒരു മോറൽ സൈഡ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒന്നേ ഉള്ളൂ. അത് നമ്മളൊരു വിവാഹം ഇങ്ങനെ പുറകെ വിവാഹം കഴിച്ചുകൊണ്ട് നടക്കുക, കുട്ടികളെല്ലാം നമ്മളിപ്പോൾ അനാഥാലയത്തിൽ കൊണ്ടുപോയാക്കുക, നോക്കാൻ പറ്റിയെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ നോക്കാതിരിക്കുക, ഇല്ലെങ്കിൽ കൊന്നു കളയുക, ഇതൊന്നും ശാശ്വതമായിരിക്കുന്ന ഒരു സമാധാനമല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ വളർന്നു വരുന്ന കുട്ടിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ മാത്രം നമ്മൾ ശിക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിൻ്റെ പിന്നിൽ അവരുടെ പാരൻസിൻ്റെയും കൂടി കൈകളുണ്ട്.